क्या छोटा? अब्बास के साथ था तो कितना पैसा था, कितनी अच्छी जिंदगी जी रहा था। अभी क्या, दिन भर हरी अन्ना हरी अन्ना हरी अन्ना बोल के हरी अन्ना के पीछे चमचे की तरह घूम रहा है तू। उसमें तेरा क्या फायदा? उसके मरने के पहले कोई तुझे टपका देगा। देख, जैसे अब्बास ने मुदलियार को मारा, तू हरी को मार और उस एरिया का अन्ना बन जा। मैं तेरे साथ हूँ, समझा क्या? बांकिया भाई, आप क्या कहते हैं? मुदलियार बुढ़ा था, लेकिन हरी अन्ना खतरनाक है। घी सीधी उंगली से नहीं निकलती तो टेढ़ी उंगली का इस्तेमाल करो छोटा। കാലം മായ്ക്കാ തോന്നൂല്ല മണി. നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, പോയത് എന്റെ പെങ്ങളല്ലേ. ധൈര്യമില്ലെങ്കിൽ മറക്കണം, ഉണ്ടെങ്കിൽ കാരണക്കാരനാരാണോ അവനെ കൊന്നിട്ട് ജയിലിൽ പോകണം. അതാ അന്തസ്. നീ ആരെ പറ്റിയാ പറയുന്നത്? ഞാനായിട്ട് എന്തിനീ? ഈ തെരുവിലുള്ളവർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. ചോട്ടാ ശങ്കർ എന്നാണ് എൻ്റെ പേര്. ഈ ബോംബെയിൽ ഒരുപാട് ബളാശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുത്തരും കീഴ്പ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നു. ഹരിയാണനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല. ബാക്കിയുള്ള രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നുമല്ല. റെണ്ടിക്കാനെ കയറിക്കൂടാ, കള്ളവാറ്റിലും ഗ്യാമ്പിളിലും ഇടപെട്ടുകൂടാ, ഒരു സാധാരണ ഹപ്ത പിരിക്കാൻ പോലും സമ്മതം വേണം. പിന്നെ എങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടുണ്ട് ഇയാൾ പണിക്ക് വരണ്ട. ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും കാണും. ചത്തുപോയ മുതലാരെ കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല. പെണ്ണെന്ന് കേട്ട അറപ്പായിരുന്നു. പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടായി. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പരസ്യമായി റെണ്ടിക്കാനിലെ തേപിടിച്ചുകളുമായി നിറങ്ങയല്ലേ. പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയെന്നോ പെങ്ങളെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? എന്തൊക്കെ വാങ്ങിച്ചു? എല്ലാ അമ്മയ്ക്കും പെങ്ങൾക്കോ വാങ്ങിച്ചത്. എനിക്കെന്ന് പറയാൻ ദേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇളവൻ കാരണവർ മുമ്പിൽ കിട്ടിയെന്ന് ഷൈൻ ചെയ്യണ്ടേ. 1,00,000 കൂടിയുണ്ട്. അയ്യോ, ഇത്രയൊന്നും വേണ്ട. വെച്ചോ, അനിയത്തിയുടെ കല്യാണം നന്നായി നടത്തണ്ടേ. ഇത് എൻ്റെ വക നിന്റെ അനിയത്തിക്ക്. പിന്നെ അമ്മാവനെ തല്ലാനൊന്നും പോണ്ട. ഇല്ല, തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു. കല്യാണത്തിന് വിളിച്ചിരുത്തി വരട്ടി കിണ്ണം തെറപ്പിച്ച് വിടാന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലച്ച് എന്നായി പോവും. നീ എന്നാ പോകുന്നത്? ഞാൻ അണ്ണൻ്റെ കൂടെ ഓണം കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. അതീ കുറച്ചുള്ള കുടുംബ സ്നേഹമൊക്കെ മതി. अन्ना अन्ना अन्ना, तंग आ गई हूं मैं नाम सुन के। क्या कुछ नहीं किया उसने मेरे साथ? हाँ, कमाटीपुरा जो मेरा सपना था, मेरा सपना, वो मेरे से छीना। दारू का धंधा मेरा बच गया, दारू का धंधा। और कुछ दिन पहले मेरे भाई को रास्ते पे कुत्ते की तरह मारते हुए लेके गया, वो भी चटनी में। अब मैं चुप नहीं बैठूंगा साला। खत्म कर दो उसे, उसका खानदान तबाह कर दो। उसके आजू बाजू में जो है ना, उससे भी मार डालो। कमाटीपुरा जाओ और जला डालो, कांप उठेगा पूरा शहर। लेकिन ये सब चीज के लिए तुम दोनों मेरे साथ होना चाहिए। तो मेरी बात सुनो, जो मैं बोलता हूँ करो। छोटे ने मैं उस दिन क्या बोला था पता है क्या? कि उसकी एक ही कमजोरी है, किरण नाम की एक नाचने वाली। उस नाचने वाली को मेरे पास लाओ, फिर देखो। ചേച്ചി, എന്താടോ സദ്യയും മട്ടുമൊക്കെ? ഒരു ഉത്സവം മാതിരി ഉണ്ടല്ലോ. നല്ല ആളാ. ഇന്ന് തിരുവോണമല്ലേ? എൻ്റെ വക എല്ലാവർക്കും ഒരു സദ്യ. പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിരംപാറയും എല്ലാവരും ഇരുന്ന് ഓണം ഉണ്ട്. നന്നായി. ഈ തെരുവിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒരു നല്ല നാളുണ്ടാവും. ഇത് വാങ്ങിച്ചോളൂ. എന്താ ഇത്? ഈ ബ്രാഹ്മണരുടെ പട്ടുടുത്ത് കണ്ടു മടുത്തു. ഒരു ഓണപ്പുടവ. ഈ കൊച്ചനിയൻ്റെ വക ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. താ എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ? ഇവിടുത്തെ പെമ്പിള്ളാർക്ക് മുഴുവൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് സദ്യ. അവൾക്കെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു. ശരിയാണ്, അത് ഞാൻ മറന്നു. പുടവ വേണ്ട, അതൊരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു ഞാൻ കൊടുക്കാം. അതായിക്കോളൂ. എങ്കിലും എന്തെങ്കിലും അവള് പ്രതീക്ഷിക്കും. നിരാശപ്പെടുത്തണ്ട. ശരി, ഇനി ചേച്ചി പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ട. ഇതാ വരുന്നു. ഗോപി, ഗോപി, എന്താണ് ഇവനിത് എവിടെ പോയിരിക്കാൻ?
നീ ആ ബാന്ദ്രയിൽ ആർക്കെ നായരുടെ കടയിൽ പോയി ഒരു മുണ്ടും നേരിയത് വാങ്ങിച്ചു. കാസിം ബായുടെ ഓട്ടോയിൽ പോക്കോ. കാശുണ്ട് എൻ്റെ കയ്യില്. കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്നാ ഞാൻ വരാൻ ഊണ് തുടങ്ങില്ലേ? ആ. ഞാൻ ചോട്ടയാ. ബാക്കി സാബിനാണല്ലോ. അർജന്റാ. हाँ बोलो, बाकिया भाई बोल रहा हूँ. सब गोविंदनगुटी इधर से बांद्रा को निकला है, अकेला है. उसके पीछे मैं हरियाणा को भी पहुंचाऊंगा. ऐसा मौका कभी नहीं मिलेगा साहब. देखो तुम तुम्हारा काम करो, जो मेरे को करना है वो मैं करूंगा, समझा क्या? ഹരിയണ്ട ആ ഗോവിന്ദൻകുട്ടി എവിടെ? അവൻ ബാന്ദ്ര വരെ പഠിക്കാം. അയ്യോ ചതിച്ചു. എന്താ? ഞാൻ കേട്ടത് ശരിയാണല്ലോ. ഏ? ബാക്കിയുടെ ആളുകൾ അവനെ വളഞ്ഞിരിക്കാണ്. നിന്നോട് ആര് പറഞ്ഞു? ഇപ്പൊ കാസിം ഭായി ഫോൺ ചെയ്തതാ. അയ്യോ നീ വേഗം നമ്മുടെ ആളുകളെ കൂട്ടി അങ്ങുവാ. അതുവരെ ഞാൻ നോക്കിക്കോളാം. ആ സൈക്കിളിങ്ങാ. स्टेशन लेके जाओ।
गोभी छोटा പോയി മോനെ, എല്ലാരെയും അവർ കൊണ്ടുപോയി. ലൈസൻസുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം വലിച്ചു കയറി കത്തിച്ചിട്ട് പെൺകുട്ടികളെല്ലാം അറസ്റ്റ് ചെയ്തു. ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി പലരെയും ഷെൽട്ടർ ഹൗസുകളിൽ പൂട്ടിയിട്ടു. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പിടിച്ചു പറിച്ചിട്ട് ചിലരെല്ലാം എവിടേക്കൊക്കെയോ കൊണ്ടുപോയി. എല്ലാം അമർ ബാക്കിയായും ദൊരയും കൂടി ചെയ്തതാണ്. അവളെയും കൊണ്ടുപോയി. ആരെക്കുറിച്ചും ഒരു വിവരവും ഇല്ല.